ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തെരുവുനായ പന്നിശല്യം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ നിർമ്മാർജ്ജന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്താത്തതിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനുമെതിരെ നടപടി സ്വീകരിക്കാത്തതിലും പ്രതിഷേധിച്ച് സംഘടിപ്പിച്ച ധർണ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാരുമൂട് ജംഗ്ഷനിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. തെരുവുനായയുടെയും പന്നിയുടെയും ശല്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ വേണ്ട രീതിയിൽ നിർമ്മാർജ്ജന നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്നും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് വേണ്ട നിയന്ത്രണ നടപടികൾ ഏർപ്പെടുത്തുന്നില്ല എന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ബി.ജെ.പി. ചാരുമൂട് മണ്ഡലം പ്രസിഡന്റ് കെ സഞ്ജു അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ചാരുമൂട് മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ് ചത്തീറ സ്വാഗതം പറഞ്ഞു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ശ്യാംകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബി.ജെ.പി. ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി ഉദ്ഘാടനം നിർവഹിച്ചു. മനോഹരമായ റോഡുകളുടെ പണമിട്ട് ഇതാണ് പിണറായി വിജയന്റെ നേട്ടം, അല്ലേ? ശരിയാണോ? സംസ്ഥാനത്ത് 1800 കിലോമീറ്ററിലധികം ദേശീയപാതകൾ പണിതിട്ടുണ്ട്. ആരാ ദേശീയപാത പണിതത്? അതിന്റെ പേര് ദേശീയപാത എന്നാണ്, അല്ലേ? സാധാരണഗതിയിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് എങ്ങനെയാ? സംസ്ഥാന സർക്കാർ റോഡിന് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കും, കേന്ദ്ര സർക്കാർ പണിയും. പക്ഷേ നമ്മളുടെ കേന്ദ്രമന്ത്രിയായ ശ്രീമാൻ നിതിൻ ഗഡ്കരി അന്ന് പിണറായി വിജയനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പണം കണ്ടെത്താനാകുന്നില്ല എങ്കിൽ മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ പണത്തിന്റെ കാര്യമൊന്നും വിഷമിക്കേണ്ടതില്ല. എത്ര പണം വേണമെങ്കിലും കേന്ദ്രം മുടക്കാൻ തയ്യാറാണ്. കാരണം ഈ നാട്ടിൽ മികച്ച റോഡുകൾ വേണം. അതുകൊണ്ട് നിങ്ങൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ നിന്ന്, ഭൂ ഉടമസ്ഥരുടെ കയ്യിൽ നിന്ന് സമ്മതപത്രം മാത്രം വാങ്ങിയാൽ മതി. അതിനാവശ്യമായ തുക എത്രയാണെങ്കിലും കേന്ദ്ര സർക്കാർ മുടക്കുമെന്ന് നിതിൻ ഗഡ്കരിയാണ് വാക്ക് കൊടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ ആയിരുന്നു വാഗ്ദാനം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് കേരളത്തില് വലിയ തോതിൽ ദേശീയപാതകളുടെ വികസനം നടക്കുന്നത്. ദേശീയപാത ഏറ്റെടുക്കുന്ന മുഴുവൻ ഭൂമിയുടെ വില കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പണവും അതിലില്ല. പിണറായി വിജയൻ വന്ന ആദ്യഘട്ടത്തിൽ നേരത്തെ ഏറ്റെടുത്ത ഭൂമിയുടെ വില മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് പുതിയതായി കേരളത്തിൽ പണിത ഒരു ദേശീയപാതയുടെയും ഭൂമിയുടെ പണം പിണറായി വിജയൻ സർക്കാർ കൊടുത്തിട്ടില്ല. അത് മുഴുവൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇവിടെ. അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നവരാണ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിൽ, വിമാനത്താവളങ്ങളിൽ, റോഡുകളിൽ, നമ്മുടെ ആശുപത്രികളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ, നമ്മുടെ റേഷൻ കടകളിൽ ഒക്കെ ഉണ്ടായ മാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ നാടിനെ പരിവർത്തനപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേതാക്കളായ പ്രഭകുമാർ മുകളയ്യത്ത്, അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ, മധു ചുനക്കര, അനിൽ വള്ളികുന്നം, സുകുമാരൻ നായർ, സവിത സുധി, രഞ്ജിത്ത്, ദീപക്, ദീപ ജ്യോതിഷ്, ആര്യ ആദർശ്, നവാസ് ആദിക്കാട്ടുകുളങ്ങര, സുധീർ ചാരുമൂട്, അഡ്വക്കേറ്റ് പീയൂഷ് ചാരുമൂട്, രാമചന്ദ്രൻ പാങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.